പൂതനാമോക്ഷം. നന്ദഗോപർക്ക് ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. തേജോമയനായ ഒരാൺകുഞ്ഞ്. നന്ദഗോപർ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. കാഴ്ചദ്രവ്യങ്ങളായി ഗോപന്മാർ എത്തിച്ചേർന്നു. ഗോപികമാരും ഓടിയെത്തി. ആട്ടവും പാട്ടും വാദ്യഘോഷങ്ങളുമായി എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി. മധുര നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമായിരുന്നു അമ്പാടി. വനവും മൈതാനവുമുള്ള പ്രദേശം. അവിടെ ഗോപന്മാർ വീട് വെച്ച് നിർമ്മിച്ച് അവിടെ താമസിക്കുകയായിരുന്നു. അവരുടെ നേതാവായിരുന്നു നന്ദഗോപാൽ. നന്ദഗോപാൽ വർഷം തോറും കംസന് കരമടയ്ക്കുന്ന പതിവുണ്ട്. അദ്ദേഹം കരമടയ്ക്കാനായി മധുരയിലേക്ക് യാത്രയായി. കരമടച്ച് കംസനെ കണ്ടു തൊഴുതു. തനിക്കൊരു ദുഃഖമുണ്ടാകാതെ കാത്തുരക്ഷിക്കണം എന്ന് കംസനോട് അപേക്ഷിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു പോരും വഴി വസുദേവരെ ഒന്ന് കണ്ടു കളയാം എന്ന് കരുതി അങ്ങോട്ട് പുറപ്പെട്ടു. വസുദേവന്റെ അമ്മാവന്റെ മകനാണ് നന്ദഗോപാൽ. ഗതനെ കണ്ട് വസുദേവർ പെട്ടെന്ന് എഴുന്നേറ്റ് സ്നേഹബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അടുത്തിരുന്ന് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഗോകുലത്തിൽ യശോദയും ഓമന മകനും മറ്റുള്ളവർക്കും സുഖമായില്ലേ ഇരിക്കുന്നത്? ഈ വയസ്സുകാലത്ത് അങ്ങേക്ക് ഒരു പുത്രനുണ്ടായത് മഹാഭാഗ്യം തന്നെ. അതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഭാഗ്യഹീനനായ എനിക്ക് താങ്കളുടെ മകനും സ്വന്തം മകനെ പോലെയാണ്. ഇത് കേട്ട് നന്ദഗോപാൽ ഇപ്രകാരം പറഞ്ഞു: ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു. സൽഗുണസമ്പന്നനായ അങ്ങേക്ക് ഉണ്ടായ മക്കളെല്ലാം കംസൻ വധിച്ചു കളഞ്ഞതോർക്ക് എനിക്കും അതിയായ സങ്കടമുണ്ട്. പിന്നീട് ഒരു പെൺകുഞ്ഞുണ്ടായതും കംസൻ കൊല്ലാൻ വന്നപ്പോൾ ആ കുഞ്ഞ് മേൽപോട്ട് പോയത് അത്ഭുതം തന്നെ. എല്ലാം ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളല്ലാതെ മറ്റെന്താണ്? ആരുമില്ലാത്ത അങ്ങേക്ക് ഈ വയസ്സുകാലത്ത് ഈശ്വരൻ സഹായത്തിനുണ്ടാകും. മക്കളുണ്ടായാലും ഈ വയസ്സുകാലത്ത് അവർ സംരക്ഷിക്കുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് കഴിയുന്നതാണ് നല്ലത്. സ്നേഹവാത്സല്യമുള്ള ബന്ധുക്കളെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് അറിയിക്കാനാകുമോ? 10 ദിവസത്തിനകം ഉണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനാണ് കംസന്റെ കൽപ്പന. അതുകൊണ്ട് അങ്ങ് വേഗം ചെന്നില്ലെങ്കിൽ അവരെല്ലാം പരിഭ്രമിക്കും. ഏതായാലും ഭഗവാനിൽ മനസ്സുറപ്പിച്ച് സുഖമായി വസിച്ചാലും. ഇങ്ങനെ പറഞ്ഞ് വസുദേവൻ നന്ദഗോപാലിനെ യാത്രയാക്കി. 10 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കംസന്റെ കൽപ്പനയനുസരിച്ച് ഭൃതന്മാർ അതിനായി പുറപ്പെട്ടു. പല കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു. കൽപ്പന നടപ്പാക്കാൻ പുത്രനെയും കംസൻ ഏൽപ്പിച്ചു. കൽപ്പന നടപ്പാക്കാൻ പൂതനയെയും കംസൻ ഏൽപ്പിച്ചു. അവർ പല വീടുകളിലും ചെന്ന് വിഷം കലർന്ന പാൽ നൽകി പല കുഞ്ഞുങ്ങളെയും കൊന്നു. പൂതന സുന്ദരിയായ ഒരു തരുണിമണിയുടെ വേഷത്തിൽ നന്ദഗൃഹത്തിലെത്തി. ആ മാദകസുന്ദരിയെ കണ്ട് അവിടെയുണ്ടായിരുന്ന ഗോപസ്ത്രീകൾ അത്ഭുതാധീനനായി. യശോദയും രോഹിണിയും അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. എത്ര ശ്രമിച്ചിട്ടും ആർക്കും അവളെ പരിചയമുള്ളതായി തോന്നിയില്ല. അവൾ ആരെയും ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ കിടത്തിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. മായാമയന്റെ ചെഞ്ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പൂതന കുഞ്ഞിനെ പതുക്കെ പതുക്കെ തലോടി. പിന്നെ എടുത്തു മടിയിൽ വെച്ചു. സുന്ദരിയായ അവളുടെ വാത്സല്യ പ്രകടനം കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് യശോദയും രോഹിണിയും. പൂതനയ്ക്ക് മായാമയന്റെ ദർശനമുണ്ടായപ്പോൾ പുളകങ്ങളുണ്ടായി. അതോടൊപ്പം കുറച്ചു ഭയവുമുണ്ടായി. പൂതന വിഷം പുരട്ടിയ മുലക്കണ്ണ് കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അത് കണ്ട് യശോദയും രോഹിണിയും സന്തോഷിച്ചു. ആ മാതൃവാത്സല്യത്തെ അവൾ ഉള്ളാളെ അഭിനന്ദിച്ചു. കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. പാലില്ലെങ്കിലും കുഞ്ഞ് വലിച്ചു കുടിച്ചു. പൂതനയ്ക്ക് വേദനിച്ചു തുടങ്ങി. അവൾ കുഞ്ഞിനെ മാറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പൂതനയ്ക്ക് വേദന വർദ്ധിച്ചു. പ്രാണവേദന. കുഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണി, വേദനിക്കുന്നു ഉണ്ണി എന്നു പറഞ്ഞ് അവൾ നിലവിളിക്കാൻ തുടങ്ങി. എത്രയൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞ് അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. ഒടുവിൽ പൂതനയുടെ മുഖഭാവം മാറി. അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഞെളിപിരികൊണ്ടു. കണ്ണീരൊഴുക്കിക്കൊണ്ട് വിടുണ്ണി എന്നലറിക്കൊണ്ട് കണ്ണു തുറിച്ച് ഭീകരണ രൂപിണിയായി ഭൂമിയിലേക്ക് മലർന്നടിച്ചു വീണു. അവളുടെ അലർച്ച പ്രദേശമാകെ മുഴങ്ങി. അങ്ങനെ പൂതന മരിച്ചു. അവൾക്ക് മോക്ഷം ലഭിച്ചു. പൂതനയുടെ അലർച്ചയും ഭൂമിയിലേക്ക് വീണുമ്പോഴുണ്ടായ ശബ്ദവും കേട്ട് ജനങ്ങളെല്ലാം പ്രളയം വരികയാണെന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവളുടെ ശരീരം ഒരു മല പോലെയും കണ്ണുകൾ 2 പൊട്ടക്കിണർ പോലെയും തോന്നിച്ചു. ആ രാക്ഷസിയുടെ മാറിൽ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ഗോപികമാർ വാരിയെടുത്ത് യശോദയെ ഏൽപ്പിച്ചു.
കുഞ്ഞിന് ദുർദേവതകളുടെ പീഡനങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ കുഞ്ഞിനെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ച് ദേവതന്മാരെ സ്മരിച്ച് മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്തു. ആ സമയത്താണ് നന്ദഗോപാർ എത്തിയത്. ഭീകരണരൂപിണിയായ രാക്ഷസിയുടെ രൂപം കണ്ട് നന്ദഗോപാർ വസുദേവരുടെ വാക്കുകളോർത്ത് അത്ഭുതപ്പെട്ടു. ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞ വസുദേവർക്ക് ദിവ്യജ്ഞാനമുണ്ടെന്ന് നന്ദഗോപർക്ക് തോന്നി. എല്ലാവരും കൂടി മരിച്ചു കിടക്കുന്ന പൂതനയുടെ ശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി അകലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. ഭഗവാൻ മുല കുടിച്ചതുകൊണ്ട് പൂതനയ്ക്ക് മാതൃസ്ഥാനം ലഭിച്ചു. മാത്രമല്ല, അദ്ദേഹം കുറേ സമയം ആ മാറിൽ കിടക്കുകയും ചെയ്തു. യഥാർത്ഥമായ സായുജ്യമാണ് പൂതനയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് അവളുടെ ശരീരം ദഹിച്ചപ്പോൾ സുഗന്ധമുണ്ടാവുകയും ചെയ്തു.